PSN അമിത്ഷാ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വന്നു പോയതേ ഉള്ളൂ. മോദി ഉടനെ വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വാഗ്ദാനം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞിരുന്നു മോദി വരും, തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കും എന്നുള്ളത്. ഇത് പുറത്തിറക്കും എന്നുള്ളത് നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ അന്ന് രാജീവ് ചന്ദ്രശേഖരൻ മറ്റേ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് കോർപ്പറേഷന്റെ ഞങ്ങൾ അടുത്ത ഒളിമ്പിക്സ് വരുമ്പോൾ അതിൻ്റെയും ഒരു സ്ഥലമായിരിക്കും തിരുവനന്തപുരം എന്ന് പറഞ്ഞാണ് പലരും കളിയാക്കിയതാണ്. പക്ഷെ അതിൻ്റെ പിന്നാലെ തിരുവനന്തപുരം ജയിച്ചു. തിരുവനന്തപുരത്ത് ഇപ്പോൾ പല കെട്ടിടങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള ചിത്ര തിരുനാളിൻ്റെ ചിത്രം വീണ്ടും കോർപ്പറേഷൻ ഹാളിലൊക്കെ വന്നു. കുറച്ച് നാൾ മുമ്പേ ദ്രൗപദി മുർമു രാഷ്ട്രപതി ശബരിമലയിൽ വന്നിരുന്നു. താമസിയാതെ മോദിയും ശബരിമല സന്ദർശിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു അഴിമതി കൊള്ള മറ്റേ ഹൈക്കോടതി രൂക്ഷമായിട്ട് പ്രതികരിച്ചല്ലോ. ഇത് പഞ്ചാഗ്നി മദ്യത്തിൽ ഇരുന്നാലും ഇതിന് പ്രതികൃതയുണ്ടാവുമെന്ന് പറഞ്ഞ അദ്വൈതം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടൊക്കെ ഉദ്ധരിച്ചിട്ട് ബഹുമാന്യനായ ബദ്രുദ്ദീൻ ജഡ്ജി അദ്ദേഹം കഴിഞ്ഞ ദിവസം വിധിയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. കൂട്ടക്കൊള്ളയാണ് അവിടെ നടന്നു വന്നത്. അപ്പോൾ ശബരിമലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. തിരുപ്പതി മോഡലിലോ മറ്റോ ഒക്കെ ഈ കേരള സർക്കാരിൻ്റെ ഭരണത്തിൽ നിന്ന് അത് മൊത്തത്തിൽ തന്നെ മാറ്റി പുതിയ സംവിധാനമൊക്കെ വന്നാലേ അത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ സഹാക്കൾ ഇങ്ങനെ കൈയിട്ട് വാരിത്തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ മാറ്റങ്ങൾ കേരളത്തിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ED മോദി വരുന്നതിന് മുമ്പേ അതിൻ്റെ അകത്ത് ശബരിമലയുടെ അകത്തുമൊക്കെ ചാടി വീണിട്ടുണ്ട്. അമിത്ഷാ വന്നപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കാര്യകർത്താക്കളെ ഉപദേശിച്ചിരുന്നു. അമിത്ഷാ പറഞ്ഞു 15ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കണക്കുകൾ പഠിക്കാറുണ്ട്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ അസം, ത്രിപുര ഒന്നുമില്ലായ്മയിൽ നിന്നാണ് BJP ഒക്കെ പിടിച്ചെടുത്തത്. 3 കോൺഗ്രസ് സർക്കാരുകൾ തരുൺ ഗൊഗോയുടെ നേതൃത്വത്തിൽ അസമിലൊക്കെ ഉണ്ടായി. പെട്ടെന്നാണ് അവിടെ BJP മാറുന്നത്. അപ്പോൾ 20% എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും. അപ്പോൾ കേരളത്തിൽ 20% ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായതാണ്. ഇപ്പോൾ NDTVയുടെ സർവേയിലും 20% വോട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് BJPയുടെ. അപ്പോൾ ഈ എന്തായാലും ഒരു ഇൻസ്പിരേഷൻ പ്രചോദിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മോദി വരുന്നത്. മോദി മുമ്പ് തിരുവനന്തപുരം ജയിച്ചപ്പോൾ അത് കഴിഞ്ഞ് പല ഡൽഹി മീറ്റുകളിൽ ഇപ്പോൾ നിതിൻ നബീൻ പ്രസിഡൻ്റായ ആ യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനെ പരാമർശിച്ചു. കേരളത്തിലും മാറ്റം ഉണ്ടാകുന്നു, നമ്മളിനി നിയമസഭയും പിടിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്ന അമിത്ഷായും പറഞ്ഞു. അപ്പോൾ ഈ ഞങ്ങൾ അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചിട്ടാണ് പിന്നെ ഗുജറാത്ത് പിടിച്ചത് എന്നും മോദി പറയുണ്ടായി. അപ്പോൾ മുമ്പൊക്കെ വന്നതിൽ നിന്ന് മോദി ഇപ്പോൾ വരുമ്പോൾ വലിയ മാറ്റമല്ലേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയം പൊതുവെ പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ശരിക്കും. കാരണം ഇതൊരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 40-ലധികം നിയോജക മണ്ഡലങ്ങൾ, ഒരു 3-4 ജില്ലയൊക്കെ ഒഴിച്ചാൽ ഈ എറണാകുളം, മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് ബാലികേറ മലയാണ് ഈ എറണാകുളം. 6% വോട്ടൊക്കെ ഇവിടെ BJPക്ക് കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു 40-ലധികം നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് ത്രികോണ മത്സരമാണ്. ഈ കട്ടക്ക് ത്രികോണ മത്സരം വരിക എന്ന് പറഞ്ഞാൽ അതിൽ ആര് വേണമെങ്കിലും ജയിക്കാമെന്നാണ്. അത് ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കാം, ചിലപ്പോൾ CPM ജയിക്കാം, അല്ലെങ്കിൽ BJP ജയിക്കാം. ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയുടെ ഒരു വലിയ വിജയമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അസം, അതേപോലെ തന്നെ ത്രിപുര, അവിടെയൊക്കെ ഉണ്ടായതുപോലെ എളുപ്പത്തിൽ ഇവിടെ ഒരു ഭരണമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കഥയില്ല. പക്ഷെ അവർ പടിയായി ഇങ്ങനെ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി BJPക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് അതിനെ പറക്കി വെക്കാനായിട്ട് പറ്റും. ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ള നിലക്കാണ് അമിത്ഷാ വന്നതും
ഇനിയിപ്പോൾ മോദി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ സംഭവം നടക്കുന്ന സമയത്ത് പോലും കേരളത്തിലെ BJP നേരെയാവേണ്ടത് വല്ല എനിക്ക് പ്രധാനപ്പെട്ട തോന്നുന്നത് അതിലേക്ക് വരാം. അതെ, കേരളത്തിന്റെ BJP ഒന്നാണെന്ന് പറഞ്ഞു വന്നിടത്തേക്ക്. പക്ഷെ കേരളത്തിലേക്ക് BJP നന്നാകണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യകർത്താക്കളും നേതാക്കളും ഒക്കെ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോദിയുടെയും അമിത്ഷായുടെയും ഫോക്കസിൽ കേരളം ഇപ്പോൾ ഉണ്ട്, വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, അവർക്ക് പാലക്കാട് അവർക്ക് കിട്ടി, അതൊക്കെ അവർ തല്ലിപ്പൊളിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്ഥിതിയിലാക്കി. പന്തളം ഇതിൻ്റെ സ്ഥിതിയാണ്. ഇത് ഇങ്ങനെ പോയാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പൊതുവായി ഉണ്ടാകുന്ന മുന്നേറ്റം എന്ന് പറയുന്നത് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു വലിയ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നിങ്ങളെ ഇത് ഏൽപ്പിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ജനങ്ങൾ തിരിച്ചവരെ ഏൽപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കലേ ഉള്ളൂ. അത് മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാന ഫോക്കസായി മാറി. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അവർ മാറ്റി. ഇനി എപ്പോഴും ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. അമിത്ഷാ വന്നു, ഇനി മോദി വരും, പിന്നെ വരും, അങ്ങനെ പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ സ്ഥിരം അവർ തന്നെ വരികയും അവരുടെ ഇടപെടലിൻ്റെ ഒരു മേഖലയായിട്ട് മാറിത്തീരുകയും ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാർത്തകൾ വരുന്നതും BJP റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളായി. അത് ആണ് ഈ പറയുന്നവരെ മറ്റിടങ്ങളിലേക്ക് 2 ദേശീയ നേതാക്കളെ നിയോഗിച്ചു കഴിഞ്ഞു അവര്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സാധ്യതകൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ നാളെ മോദി വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കേരളം ഉറ്റുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നേരത്തെ അവർ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നല്ലോ, തിരുവനന്തപുരം പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ മോദി വന്നിരിക്കും. മോദി തിരുവനന്തപുരം നഗരത്തെ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് പതുക്കെ കൈപിടിച്ചുയർത്തും, അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്പോൾ എന്തായിരിക്കാം അവിടെ വരാൻ പോകുന്നതായിട്ടുള്ള ഇമ്മീഡിയറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് തോന്നുന്നത്? അതായത് ഈ ഗുജറാത്തിലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ, അതായത് ഇപ്പോൾ ഇത് BJPയുടെ കയ്യിലായതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, അത് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് സംഗതികൾ, ഈ ഉച്ചകോടികളൊക്കെ നടത്തുമല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ചൈനയുടെ ഷീ വരുമ്പോൾ അദ്ദേഹത്തിനെ മഹാബലിപുരത്ത് കൊണ്ടുപോയി ഇരുത്തി ഉച്ചകോടി. ട്രംപ് വരുമ്പോൾ അഹമ്മദാബാദ്. ഇദ്ദേഹം ഈ വലിയ വിദേശ രാഷ്ട്ര തലവന്മാരൊക്കെ വരുമ്പോൾ ഇത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഉച്ചകോടി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ലോക ഭൂപടത്തിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു പേര്, ഇപ്പൊ നമ്മൾ ദാവോസ് എന്ന് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, അവിടെ ഈ ഇക്കണോമിക് സമ്മിറ്റ് നടക്കുന്നത് കൊണ്ട് മാത്രമാണല്ലോ. അതുപോലെ നമ്മൾ കാൻ ഫെസ്റ്റിവൽ എന്ന് പറയും, മേള, അവിടെ ഒരു സിനിമയുടെ മേള നടക്കുന്നത് കൊണ്ടാണ് അല്ലേ, ഒരു ചെറിയ സ്ഥലം. ഇതുപോലെ അറിയപ്പെടുന്ന ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഇതുപോലുള്ള ഇനി നയതന്ത്ര ഉച്ചകോടികളൊക്കെ ഇല്ലേ, രാജ്യാന്തര തലത്തിലുള്ള, ഇതൊക്കെ ഇനി നമ്മുടെ ഡൽഹിയിലെ ഈ കടലാസുകളുണ്ടല്ലോ, പ്ലാനിങ്, ഇവിടെ നിങ്ങൾ ഇനി തിരുവനന്തപുരം എന്ന് എഴുതുക എന്നൊക്കെ മോദിക്ക് എല്ലാ ചർച്ചകളിലും പറയാമല്ലോ. ഒരു 5-6 സ്ഥലം കൊടുക്കുമ്പോൾ ഇതേ ഇനി തിരുവനന്തപുരത്ത് ഇത് നടത്തുക. വലിയ നേതാക്കളൊക്കെ വന്ന് ചർച്ചയൊക്കെ നടക്കുന്ന, അതായത് അവിടെ ഈ ഭരിക്കുന്ന വേറെ ചില പുങ്കവന്മാരൊക്കെ ഇല്ലേ, വേറെ പാർട്ടികളുടെ ഒക്കെ, ഇവരൊക്കെ കൊച്ചായി പോകുന്നത്. അല്ല, അതാണ് അതിൻ്റെ ഒരു ടാക്ടിക്സ്. അതായത് കുറച്ച് കഴിയുമ്പോൾ ഇത് അതിൻ്റെ ഒരു ഫോക്കസ് സെൻറ്ററായി മാറുന്നു. അപ്പോൾ അവിടെ BJP ബന്ധപ്പെട്ട ലീഡേഴ്സ് അവരിടപെടുന്ന കാര്യങ്ങൾ വലിയ ആഗോള രാഷ്ട്രീയ ചർച്ചകളുടെ ഒക്കെ ഒരു കേന്ദ്രമൊക്കെ ആയിട്ട് മാറാം. അതുപോലെ തന്നെ വികസനത്തിന് എന്തെങ്കിലും വലിയ പ്രൊജക്റ്റുകൾ അതൊക്കെ ആയിക്കഴിയുമ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ആവും. അവിടെ തന്നെ ഈ പറഞ്ഞ ഈ മെട്രോ പോലുള്ള പ്രോജക്റ്റുകൾ, പല പദ്ധതികൾ അവിടെ ഉണ്ടല്ലോ. അതുപോലെ ഈ മുംബൈയിൽ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അവിടെ കോർപ്പറേഷനാണ് നടത്തുന്നത് ട്രാൻസ്പോർട്ട്. അവിടെ ഈ ഗണേശും രാജേഷും തമ്മിൽ ഇടയ്ക്കൊരു യുദ്ധമൊക്കെ ഉണ്ടായതൊക്കെ ഓർക്കുന്നില്ലേ, ഈ ബസ്സുകൾ സംബന്ധിച്ചൊക്കെ. ഇത് മറ്റേ ബൃഹാൻ മുംബൈ കോർപ്പറേഷന്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞ സർവീസ് ഇല്ലേ, 10-30,000 വണ്ടികളുണ്ട്, വലിയ ലാഭത്തിലാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുവരാനൊന്നും ഒരു പ്രയാസമില്ല, കേന്ദ്രം അതിനൊക്കെ സഹായമൊക്കെ കൊടുക്കും. കേരളത്തിലെ ഏറ്റവും വലിയ
മാതൃകാ പദ്ധതികൾ വരുന്ന ഒരു കോർപ്പറേഷനാക്കി തിരുവനന്തപുരം മാറ്റിയിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനൊക്കെയുള്ള വിദ്യയൊക്കെ മോദിക്ക് നന്നായിട്ട് അറിയാം. ഈ വിഷൻ ഡോക്യുമെന്റിന്റെ കാര്യത്തിൽ ഇതൊക്കെ പറയുകയും ചെയ്യും. കാരണം ആഗോള ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലമായി കേരളത്തിന്റെ തലസ്ഥാനം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പം അങ്ങനെ തിരുവനന്തപുരം മാറുമ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ 40 മണ്ഡലം എന്ന് പറഞ്ഞില്ലേ, ശരിക്കും നമ്മുടെ ഈ നഗരപ്രദേശങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 28% 30% വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. BJPക്ക് 30% മുകളിൽ ഈ നഗര മേഖലകളിൽ കിട്ടിയിട്ടുണ്ട്. അത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിലാണല്ലോ ഇത് 20%. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഗരമേഖലകളിൽ 30% വോട്ട്, അടുത്ത വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട് നഗരപ്രദേശങ്ങൾ മാത്രം എടുക്കുമ്പോൾ. അപ്പോൾ ജയിക്കാവുന്ന ഈ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ജയിപ്പിക്കാമെന്ന് ജനത്തിനും കൂടി തോന്നണ്ടേ? ആ രീതിയിൽ വിന്നിംഗ് പൊസിഷനിലേക്ക് മാറിയാൽ വിൻ ചെയ്യാം. അതെ, ജനത്തിൻ്റെ ഉള്ളിൽ ഒരു ഇംപ്ലോഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി 20% കയറിയാൽ ഇനി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് അമിത്ഷാ പറയുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രചോദനം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോദിയുടെ ഈ വരവ് സഹായിക്കുക. അത് ഉദ്ദേശിച്ച് തന്നെയാണ് വരുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.